പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. നല്ല വാർത്തകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം പല വീഡിയോകളും ഇപ്പം ആവർത്തനമാണ് എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ വരുന്ന പുതിയ അറിയിപ്പുകൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില പഴയ കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം. ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. നമുക്ക് അറിയാം, ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്. തുക കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എല്ലാവരും നോക്കി നിൽക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അതിൻ്റെ നടപടികളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് നിയമസഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ഒക്കെ നിലവിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇനി തുക വിതരണം ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഇതിൽ എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പാണ് എത്തിയിരിക്കുന്നത്. മുൻപ് തന്നെ ക്ഷേമ പെൻഷൻ്റെ തുകയുടെ ഈ ഒരു 2 മാസത്തേക്കുള്ള തുക സംസ്ഥാന സർക്കാർ അനുവദിച്ച് നേരത്തെ തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം നടത്തുകയും തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുൻപ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാന ധനകാര്യമന്ത്രി, ഇപ്പോൾ കാവൽ ധനകാര്യമന്ത്രി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ധനകാര്യമന്ത്രി മുൻപ് തന്നെ ഇത് പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 20-ാം തീയതിയോടുകൂടി തന്നെ, 20 അല്ലെങ്കിൽ 21-ാം തീയതിയോടുകൂടിയൊക്കെ തന്നെ തുക നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രവുമല്ല, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ പ്രകാരം ഇപ്പോൾ കൂടുതലായിട്ട് ക്ഷേമ പെൻഷൻ്റെ വർധനവൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഇനി വരാൻ പോവുകയാണ്. ഇപ്പോൾ കുടിശ്ശിക ഒക്കെ തീർത്തു സംസ്ഥാന സർക്കാർ കറക്റ്റായിട്ട് തുക വിതരണം ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് തന്നെ പ്രകടന പത്രികയിൽ കോൺഗ്രസും വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. തുകയിൽ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടാകും. ക്ഷേമ പെൻഷൻ തുകയിൽ വലിയ വർധനവ് ഉണ്ടാകും UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് ഇനിയുള്ള അങ്ങോട്ടുള്ള സമയത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. പ്രത്യേകിച്ച് തുക വർധനവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ കടമെടുത്തുകൊണ്ടാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ വരുമാനം വിഹിതം കുറയുന്ന സാഹചര്യം, അല്ലെങ്കിൽ വരുമാനം കുറയുന്ന സമയം കൂടിയാണ്. വരുന്ന സമയങ്ങളിൽ ഇനി ഭാവിയിൽ പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും വളരെ പെട്ടെന്നൊരു പെൻഷൻ വർധനവൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുതന്നെയായാലും 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുക നേരത്തെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. 20-ാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ, അതായത് ഇന്ന് കഴിയുന്നതോടുകൂടി തന്നെ തുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ഇന്ന് 20-ാം തീയതിയാണ്. ഇനിയിപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ തുകയുടെ വിതരണം ഉണ്ടാവും. സംബന്ധിച്ച് മുൻപ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതുമാണ്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്.